ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ മാതൃകാപരമായ ഓണാഘോഷം. കിടപ്പ് രോഗികൾക്കും കുരുന്നുകൾക്കും സ്നേഹസമ്മാനവുമായി ബ്ലോക്ക് പഞ്ചായത്ത്. ആഘോഷങ്ങൾക്കൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് വെച്ച് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാതൃകാപരമായ ഓണാഘോഷം. പ്രയാസം അനുഭവിക്കുന്നവർക്ക് സ്നേഹവും തണലുമേകിയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്ററിലെ 25 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഇത്തവണ ഓണാഘോഷത്തിന്റെ ഭാഗമായി. കൂടാതെ കടമ്പഴിപ്പുറം CHCയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമന്വയ സെക്കൻഡ് പാലിയേറ്റീവ് കെയറിലെ പൂർണ്ണമായും കിടപ്പിലായ ക്യാൻസർ, കിഡ്നി രോഗികൾ ഉൾപ്പെടെയുള്ള 52 രോഗികളെയും ആഘോഷങ്ങളുടെ മുൻനിരയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ദുരിതം അനുഭവിക്കുന്ന ഇവർക്ക് ബെഡ്ഷീറ്റും പുതപ്പുമടങ്ങുന്ന പ്രത്യേക ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഇതിനു പുറമെ കടമ്പഴിപ്പുറത്തുള്ള കാഴ്ച പരിമിതരായ 20ഓളം ആളുകൾ നടത്തുന്ന ഓണാഘോഷ പരിപാടിയിലും ബ്ലോക്ക് പഞ്ചായത്ത് പങ്കാളികളാകും. ഒരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി നമുക്ക് യാതൊരു പ്രയാസവും കൂടാതെയാണ് 52 പൂർണ്ണമായും പ്രയാസം അനുഭവിക്കുന്ന 52 പേർക്ക് ബെഡ്ഷീറ്റും അതുപോലെ പുതപ്പും കൊടുക്കാൻ സാധിച്ചത്. വരും വർഷങ്ങളിൽ ഓണാഘോഷങ്ങളിൽ പങ്കുചേരുന്നതിനോടൊപ്പം ഇവർക്ക് ആവശ്യമായ മറ്റ് സഹായങ്ങൾ ചെയ്തു നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP അശോക് കുമാർ അറിയിച്ചു. തികച്ചും വ്യത്യസ്തമായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചത്. അതുപ്രകാരം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 25 കുട്ടികൾ ഉള്ള ഓട്ടിസം സെന്ററിലെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും, അതുപോലെ നമുക്ക് സെക്കൻഡറി പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു സംവിധാനം ബ്ലോക്കിന് കീഴിൽ CHCയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പൂർണ്ണമായും കിടപ്പിലായിട്ടുള്ള 52 പേഷ്യൻസ്, ക്യാൻസർ ബാധിച്ചിട്ടുള്ളവർ, കിഡ്നി രോഗം ബാധിച്ചിട്ടുള്ളവർ, അതുപോലെ ട്യൂബെല്ലാം ഇട്ട് വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന 52 പേഷ്യൻസ് അവരുടെ കാരണങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഒരു രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥ പിടിപെട്ടതിന്റെ ഭാഗമായി പൂർണ്ണമായും കിടപ്പിലായിട്ടുള്ള അവരെ നമ്മൾ മരുന്ന് കൊടുത്തും അവരുടെ മുറിവ് മാറ്റിക്കൊടുത്തും അതുപോലെ ട്യൂബ് മാറ്റിക്കൊടുത്തും ഒക്കെ വളരെ നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സെക്കൻഡറി സമന്വയ എന്ന പേരിൽ ഒരു സെക്കൻഡറി പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നുണ്ട്. അവരെയെല്ലാം നമ്മൾ ഈ ഓണത്തിന്റെ ഭാഗമായി ചേർത്ത് പിടിക്കുകയാണ്. അവർക്ക് കിടപ്പിലായിട്ടുള്ള അവർക്ക് നമ്മൾ ഒരു ബെഡ്ഷീറ്റും ഒരു പുതപ്പും അടങ്ങുന്ന ഒരു കിറ്റ് ഇന്ന് അതിന്റെ ഉദ്ഘാടനം കൂടി അത് വിതരണം ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുകയാണ്. അത് നമ്മുടെ സെക്കൻഡറി പാലിയേറ്റീവിന്റെ പ്രവർത്തകർക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. വരാൻ സാധിക്കുന്ന ബ്രസ്റ്റെല്ലാം നീക്കം ചെയ്ത് അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർ ഒരു 8 ആള് ഇന്ന് അവര് നമ്മുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള ഈ ഒരു കിറ്റിന്റെ വിതരണവും ഇന്ന് നടത്തുകയാണ്. തീർച്ചയായും നമ്മൾ തുടർച്ചയായി ഈ തരത്തിൽ ഉള്ള പാലിയേറ്റീവ് രംഗത്തും ക്ഷേമം നടപ്പിലാക്കാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ ആ രൂപത്തിൽ ഇടപെടാൻ ശ്രമിക്കുകയാണ്. കടമ്പഴിപ്പുറത്ത് കാഴ്ച പരിമിതരുള്ള, പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾ, 20ലധികം ആളുകൾ നമ്മുടെ കടമ്പഴിപ്പുറത്ത് ഒരു സെന്ററിൽ താമസിക്കുന്നുണ്ട്. അവരെയും നമ്മൾ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടത്തുകയാണ്. നാളെ അവരുടെ ഓണാഘോഷമാണ്. അത് അവർ തന്നെ സംഘടിപ്പിക്കുന്ന ഓണാഘോഷമാണ്. അതിൽ നമ്മൾ നാളെ പങ്കാളിയാകും. തുടർച്ചയായി വരുന്ന വർഷങ്ങളിൽ നമ്മൾ അവരുടെ ഓണാഘോഷത്തിൽ പങ്കാളികളാകും മാത്രമല്ല, അവർക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിനിടയ്ക്ക് ഒരു ദിവസം കാലാവസ്ഥ ഒരു SC പട്ടികജാതി വിഭാഗത്തിൽ ഉള്ള കുട്ടികൾ, പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു പ്രീമെട്രിക് ഹോസ്റ്റല് നമുക്ക് കടമ്പഴിപ്പുറത്ത് കാലാവസ്ഥയിലുണ്ട്. ആ കാലാവസ്ഥ ഹോസ്റ്റലിൽ നമ്മൾ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഓണാഘോഷം സംഘടിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 2025-26 അധ്യയന വർഷത്തിൽ 4 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. വിജയിക്കുകയുണ്ടായി ആ കുട്ടികൾ. അതിലൊരു കുട്ടി 9 A+ നേടിയിട്ടാണ് വിജയിച്ചത്. അവരെ ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദിക്കുകയുണ്ടായി. ആദരം 2026 എന്ന പേരിലാണ് നമ്മൾ ഈ തവണത്തെ ആദരവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ഓണാഘോഷവും അതിഗംഭീരമായി എല്ലാവിധം പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുകയാണ്. തുടർന്ന് നടന്ന വിഭവസമൃദ്ധമായ ഓണസദ്യയിൽ ഓട്ടിസം സെന്ററിലെ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. വിവിധ മത്സര പരിപാടികളും ഉണ്ടായി.
सुरक्षितं साम्प्रतं विभव